ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നുള്ളത് എൻ്റെ വീട്ടിൽ കൂർഗലാണ്. ഇന്ന് കർക്കിടക ബാവു. അപ്പോൾ വീട്ടിൽ മീതി വെച്ച് കൊടുക്കലുണ്ട്. മീതി വെച്ച് കൊടുക്കൽ പറഞ്ഞാൽ ഈ മരിച്ചവർക്ക് വെച്ച് ഒരിക്കലെടുത്ത് വെച്ച് വിളമ്പി കൊടുക്കുന്ന അങ്ങനത്തെ ഒരു പരിപാടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെ സംഭവം എന്നല്ല ഞാൻ കാണിച്ചു തരാം. കൊണ്ടങ്ങ് കൊണ്ടക്കാം. ബാ നടക്ക്. നെയ്ച്ചോറിനാ നീ എന്താ ആക്കാനുള്ളത്? ഇനി ദോശ മീൻ പൊരിക്കണം. ചിക്കൻ പൊരിച്ചാ ചിക്കൻ പൊരിക്കണം. അത്ര അതുകൊണ്ടല്ലേ. ഈ ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും നോക്കാൻ പാടില്ല. ടേസ്റ്റ് ഉപ്പും പോലും നോക്കാണ്ടാന്ന് ഈ ഫുഡെല്ലാം ഉണ്ടാക്കുക. എന്നിട്ട് അവിടെ ഒരിക്കൽ വെച്ച് കൊടുത്ത പിന്നെ നമുക്ക് തിന്നാൻ പാടുള്ളൂ. അതുവരെ നമ്മൾ ടേസ്റ്റ് ഒന്നും നോക്കാൻ പാടില്ല. എല്ലാം ആക്കി ഇങ്ങനെ റെഡിയാക്കി വെക്കണം. അപ്പോൾ അമ്മ എല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും തിരക്കാം. ഒരു സന്ധ്യ 7 മണിയാകുമ്പോഴത്തേനെല്ലാം വെച്ച് കൊടുക്കണം. ഇതെന്നാടാ പൊള്ളു. വളക്കെല്ലാം കത്തിച്ച് കുറച്ച് കഴിയുമ്പോൾ മെതി വെക്കും. അവിടെ ഒരു സാധനത്തിന് പോയി. എൻ്റെ മോൻ ചോദിച്ചു നാളെ പോവില്ല നിൽക്കണ്ട. നമ്മുടെ നാട്ടിൽ കറണ്ട് ഉണ്ടാവില്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ ചെറുങ്ങനൊരു കാറ്റടിച്ചാൽ പിന്നെ കറണ്ടൊന്നും ഉണ്ടാവില്ല. ഇരുട്ടത്തെല്ലാവരും നമ്മ ദോശയാക്കാൻ വേണ്ടിട്ട് എടി ഇരിക്ക് ഒരാഴ്ച ഒയ്ക്ക്. പിന്നെന്തിന് പോന്നേ? ഇതെൻ്റെ അമ്മ നോക്കുവാ. കണ്ട് മിന്നി കളിക്കുന്നു. പ്രയത്തിനെ പോലെ ഉണ്ട് നോക്കിയാ. ആ കറണ്ട് വന്ന് പോയി. അമ്മമ്മട് വീഡിയോ എടുത്തിട്ടില്ല. കറണ്ടില്ല. കറണ്ട് വരുമ്പോ കാണിക്കാം. ചക്കനോട് പോയി. ചക്കനോട് ചെറ ചോക്കിങ്ങനെ കുത്തിത്തിരിക്കുന്നുണ്ട്. ഇത് കൊറേ ആളുണ്ടല്ലോ. നിങ്ങള് പോകുമ്പോ 4 ഉണ്ട്. ഇനി പൊട്ടായല്ലോ. ഒന്നായിട്ടാ അതാ അതിന്റെ കാലെന്താ അടുത്ത് അതിന് ചുട്ടിരുന്ന്. അങ്ങനെ മീതി വെക്കേണ്ട സമയമായി. ഇത് വെച്ച് പിന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞ എല്ലാവരും അധികം വീഡിയോ എടുക്കണ്ട. ഞാൻ കുറച്ചേ എടുത്തുള്ളൂ. അങ്ങനെ മീതി വെച്ച് എടുത്തെല്ലാം ഉണ്ട് കാണിക്കുന്നു. ഇതിപ്പോൾ മീതി വെച്ച് കഴിഞ്ഞ് ഞാനിവിടെ കിടക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും ഫുഡ് കഴിക്കൊരു അങ്ങനത്തെ അടയുണ്ട്. എല്ലാവരും ഓരോ പരിപാടി ആയിട്ട് അമ്പാടി ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ല. അവനെ ഫോൺ കാണിച്ചിരിക്കണം. അതവിടെ ഇരിക്കട്ടെ. തലവിരിച്ചതോ വായലെത്ര പോയി. ആ പാവ ചേക്കൻ തുപ്പാൻ വേണ്ടി നോക്കി. അങ്ങനെ ഞങ്ങൾ മീതി വെച്ചെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ട്സും പിന്നെ കസിൻസ് എല്ലാം ഉണ്ടായി. അവരൊന്നിച്ച് കുറേ വാക്കെല്ലാം പറഞ്ഞ് കളിച്ചും ചിരിച്ചും. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ.